ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടുകൾ നിരവധി ഉണ്ടെന്നും പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു പരാതിയുണ്ട്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ വലിയ മാർച്ചും കാര്യങ്ങളൊക്കെ ഇന്ന് ഡൽഹിയിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനത്തേക്ക് നടക്കുകയും ചെയ്യുന്നു. ഇതൊരു വലിയ നിയമപോരാട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? അത് ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ തെളിവ് സഹിതം കാണിച്ചു എന്ന് പറയുന്നെങ്കിലും കോടതിക്ക് മുന്നിൽ അതൊന്നും കൃത്യമായി സബ്മിറ്റ് ചെയ്യാനൊന്നും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതിനൊന്നും മറുപടി കൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണത്തിൽ ഇന്ന് തലസ്ഥാനത്ത് പ്രതിഷേധം ഇരമ്പും. അപ്പോൾ കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ മാർച്ച് പ്രതിപക്ഷത്തിൻ്റെ ശക്തി വിളിച്ചറിയിക്കുന്നതായിരിക്കും. എല്ലാവരും കൂടെ ചേർന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും സംഘവും നയിക്കുന്ന ഈ ഒരു മാർച്ച് വലിയ ശക്തി അറിയിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഏത് തരത്തിലായിരിക്കുമെന്ന് കാണുമ്പോൾ അറിയാം. രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം 300ഓളം എംപിമാർ പ്രതിഷേധത്തിൽ അണിനിരക്കുമെന്നാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും പറയുന്നത്. ബീഹാറിലെ SIR റദ്ദാക്കണമെന്നും രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടിക ക്രമക്കേട് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇന്ത്യ സഖ്യം ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നത്. പാർലമെൻറ്റിൽ നിന്നാകും എംപിമാർ കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്യുക. വിജയ് ചൗക്കിൽ മാർച്ച് തടഞ്ഞേക്കും. 30 പ്രതിപക്ഷ നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. എന്നാൽ എല്ലാ എംപിമാരെയും കമ്മീഷൻ കാണണമെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് രൂപം നൽകാൻ കോൺഗ്രസ് AICC ജനറൽ സെക്രട്ടറിമാരുടെയും സംസ്ഥാന ചുമതലയുള്ള നേതാക്കന്മാരുടെയും യോഗവും ഇന്ന് ചേരുന്നുണ്ട്. വൈകിട്ട് 4:30 കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. രാഹുൽ ഗാന്ധി, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യ സഖ്യം നേതാക്കളുടെ യോഗവും വൈകിട്ട് ചേരും. ഖാർഗെയുടെ വസതിയിൽ അത്താഴ വിരുന്നായാണ് യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. കർണാടകയിലെ ഒരു ലോക്സഭാ സീറ്റിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോരാട്ടം തുടങ്ങിയ രാഹുൽ തൻ്റെ പ്രചാരണത്തിന് ദേശീയ പിന്തുണ തേടിയുള്ള നീക്കത്തിനാണ് തുടക്കം കുറിച്ചത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊള്ള തടയാനുള്ള പ്രചാരണത്തിൽ പങ്കുചേരാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ മുന്നേറ്റം. വോട്ട് ചോരി ഇൻ എന്ന വെബ്സൈറ്റ് ആരംഭിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷൻ്റെ പ്രചാരണം. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കുന്നതിനും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തടയുന്നതിനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നതായി രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ട് ചോരി .in എന്ന പേരിലുള്ള വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാനാണ് രാഹുലിൻ്റെ ആഹ്വാനം. മിസ്ഡ് കോളിലൂടെയും പ്രചാരണത്തിൽ ചേരാമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ വോട്ടർ പട്ടിക പുറത്തുവിടേണ്ടത് തെരഞ്ഞെടുപ്പ് രംഗത്ത് സുതാര്യത ഉറപ്പാക്കാൻ അനിവാര്യമെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ സഖ്യകക്ഷികളുടെ പിന്തുണ ഏറുകയാണ്. രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിഷയങ്ങൾ സ്ഫോടനാത്മകമാണെന്ന് ചൂണ്ടിക്കാട്ടി CPM ജനറൽ സെക്രട്ടറി MA ബേബി പിന്തുണ പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ ഇഷ്ടക്കാരെ നിറച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്രം നിയന്ത്രിക്കുകയാണെന്നും CPM ആരോപിച്ചു. തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി തുടങ്ങി കോൺഗ്രസുമായി നേരത്തെ തെറ്റിനിന്ന പാർട്ടികളും ഇക്കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് നേട്ടമാകും. നാളെ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യ സഖ്യം എംപിമാർക്ക് അത്താഴ വിരുന്നും നൽകുന്നുണ്ട്. ബീഹാറിൽ സെപ്റ്റംബർ 1 നടക്കുന്ന മഹാറാലി പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യപ്രഖ്യാപനവുമാകും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും രാഹുൽ ഗാന്ധി ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് ജയിക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് അല്ലെങ്കിൽ ബാലറ്റ് പേപ്പറാണ് നല്ലത് എന്ന് പറയുന്നില്ല. അതേസമയം കോൺഗ്രസ് പരാജയപ്പെടുമ്പോഴാണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം എന്ന രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ടെങ്കിൽ കേരളത്തിൽ BJPക്ക് ഒരു സീറ്റെങ്കിലും നേടാൻ കഴിയും. പക്ഷേ അതും രാഹുൽ ഗാന്ധി അതിന് പറയുന്നത് ചില സംസ്ഥാനങ്ങളിൽ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ഇതിനൊന്നും അടിസ്ഥാനമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജനങ്ങൾ തിരിച്ചറിഞ്ഞു. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കാൻ കൂടി ബാധ്യസ്ഥതയുണ്ട്. ആ രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ. ഇതിപ്പോൾ ഒരു ദിവസം വന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് എന്തൊക്കെയോ കാണിക്കുന്നു, കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല. പിറ്റേന്ന് 100-300 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെയും എല്ലാം വിളിച്ചു കൊണ്ടുവന്ന് ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ രീതിയിൽ ഒരു റാലി സംഘടിപ്പിക്കുന്നു. അത് വലിയൊരു സംഭവമാക്കി മാറ്റാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ NDA സർക്കാരിനെ അല്ലെങ്കിൽ മോദിയോ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവർ ഇത് അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു തെളിവുകൾ സഹിതം അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ അത് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതിപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പല വിഷയങ്ങളിലും രാഹുൽ ഗാന്ധി ആദ്യം വന്ന് കുറേയേറെ കാര്യങ്ങൾ പറയും, ഒരു ബഹളം ഉണ്ടാക്കും.
പിന്നീട് രാഹുൽ ഗാന്ധിയെ കാണുകയുമില്ല, മുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായ രീതിയിൽ ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ അത് കൃത്യമായി ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അത് തെളിയിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റം വരെ പോവുക എന്നുള്ളത് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു പരാജയമായി ചൂണ്ടിക്കാട്ടാനും കഴിയുന്നത്. ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് എന്ന് പറയുമ്പോഴേ അതിൽ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിൽ അതിൻ്റെ തെളിവുകൾ ഉണ്ടാവണം. ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി എന്നല്ല ഏതൊരു വ്യക്തിയാണെങ്കിലും തെളിവുകൾ അവരുടെ ഭാഗത്ത് നിന്ന് സമർപ്പിക്കാൻ വേണ്ടി സാധിക്കണം. ഇല്ലെങ്കിൽ ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തും. സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി അവരോട് തെളിവുകൾ നൽകാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ 2 തെളിവുകൾ, അതായത് ഇവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉയർത്തി കാണിച്ചു എന്ന് പറയുന്ന ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുള്ള ആ പേജുകൾ, ആരുടെയൊക്കെ വോട്ടുകൾ ഇരട്ട വോട്ടുകളും 3 ബൂത്തുകളിലൊക്കെ വോട്ടുകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ബാംഗ്ലൂരിൽ മഹിബാൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ 80 വോട്ടുകൾ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ 80 വോട്ടൊക്കെ ഒരു വീട്ടിൽ എങ്ങനെയാണ് ചേർക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണത്. ഒരു വീട്ടിൽ എത്ര പേർക്ക് താമസിക്കാൻ പറ്റും? അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഇവർ ഇത്ര ഉറച്ച് സംസാരിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ തെളിവുകൾ നൽകേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂർ മണ്ഡലത്തിൽ വ്യാപകമായിട്ട് വോട്ട് ചേർത്തതിനെ കുറിച്ചുള്ള പരാതികൾ ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അതിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സുനിൽ കുമാറിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്, കോൺഗ്രസിനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം തന്നെ സാമ്പിൾ ഇതാ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു ഫ്ലാറ്റിൽ, പൂങ്കുന്നത്തെ ഒരു ഫ്ലാറ്റിലെ 55-ആം നമ്പർ ഉള്ള ഒരു നമ്പറിലുള്ള ഒരു വീട്ടിൽ ചേർത്ത വോട്ടുകളുടെ എണ്ണം 10 വോട്ടുകൾ അവിടെ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പം അവിടെ ആൾപ്പാർപ്പില്ലാത്ത ഒരു ഫ്ലാറ്റാണ്, ആൾ താമസമില്ലാത്ത ഫ്ലാറ്റിൽ 10 വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ താഴേക്കടയിൽ പ്രവർത്തിക്കും, ബൂത്ത് ലെവലിൽ പ്രവർത്തിക്കുന്ന BLOമാരുണ്ടല്ലോ, അവരുടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ആ മീറ്റിങ്ങിന് അവർക്ക് നൽകിയ നിർദ്ദേശം 2 ദിവസമെങ്കിലും ഒരു സ്ഥലത്ത് താമസിച്ച ആളുകൾക്ക് വോട്ട് ചേർത്തോളൂ എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ 2 ദിവസമൊക്കെ താമസിച്ച ഒരാൾക്കും എങ്ങനെയാണ് വോട്ട് ചേർക്കാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ ഒരു 6 മാസമെങ്കിലും ഒരാൾ ഒരു പ്രദേശത്ത് താമസിച്ചാൽ മാത്രമാണ് ഈ വോട്ട് ചേർക്കാൻ സാധിക്കുക നിയമപരമായിട്ട്. പക്ഷേ ആ ചേർക്കുന്ന ഘട്ടത്തിൽ നമുക്ക് വേറൊരിടത്ത് വോട്ടില്ല, അവിടെ ഉണ്ടായിരുന്ന വോട്ട് തള്ളി എന്നൊരു പേപ്പർ കൂടി സമർപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് പുതിയ സ്ഥലത്ത് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ ഈ പറഞ്ഞ ഈ ഫ്ലാറ്റിലും അതുപോലെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിലുമൊക്കെ 10ഉം 20ഉം ആളുകളെ കൊണ്ട് ചേർത്തിട്ട് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പം ഈ ആവശ്യമായിട്ട് വരുന്ന പ്രതിപക്ഷ കക്ഷികൾ എന്തുകൊണ്ട് അന്നത് മനസ്സിലാക്കിയില്ല എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. കാരണം അവർക്ക് എല്ലാ ബൂത്തുകളിലും ബൂത്ത് ഏജൻറ്റുമാരും ബൂത്ത് ലെവലിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുമുള്ളതാണ്. അപ്പോൾ അവർക്കറിയില്ലേ, ഒരു വീട് ഒഴിഞ്ഞു കിടക്കുന്ന വീടാണെങ്കിൽ ആ ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടിൽ ആൾ താമസമില്ല, അവിടെ 10 വോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവില്ല. അപ്പം ഇത് ഇപ്പോഴല്ല, അന്ന് വോട്ടിങ്ങിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ക്രമക്കേട് കണ്ട സ്ഥിതിക്ക് ക്രമക്കേട് നോക്കി മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമായിരുന്നു. ഇപ്പം ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലാവും എന്നുള്ളത് ഇവർ തന്നെ വെറുതെ ഉന്നയിച്ചാൽ മാത്രം പോരാ, തെളിവ് സഹിതം അവരത് പ്രൂവ് ചെയ്യുകയൂടെ വേണം എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടി അവരുടെ തലയിലേക്ക് വന്നിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.